ഇന്ന് മുതൽ രാജ്യത്ത് സെൻസസ് ഇന്ന് മുതലല്ല കുറച്ച് ദിവസമായി സെൻസസിൻ്റെ പണി തുടങ്ങി. പക്ഷേ ഇന്ന് കേരളത്തിൽ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അധ്യാപകർ ഇന്ന് മുതൽ ജൂലൈ 31 വരെ സെൻസസിന് ഇറങ്ങുകയാണ്. സെൻസസ് ചുമതലയുള്ള അധ്യാപകർക്ക് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ 31 വരെയാണ്. പക്ഷേ അവർ അങ്കലാപ്പിലാണ്. ഇവിടെ എന്ത് ചെയ്താലും അങ്കലാപ്പാണ്. അതാണ് നല്ല തമാശ. ഇപ്പോഴും വന്നിരിക്കുന്ന അങ്കലാപ്പ്, നിലവിൽ ഡ്യൂട്ടി ലീവ് അനുവദിച്ചിട്ടില്ല, പകരം സംവിധാനം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടി ലീവ് വന്നിട്ടില്ല, പകരം സംവിധാനം എന്തെന്നുള്ളതിനെ സംബന്ധിച്ചും ഇനി ഉത്തരവ് വരണം. പ്രധാന അധ്യാപകർക്ക് ഒരു നിർദ്ദേശവും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ വരണം. 10 മണിക്ക് മുമ്പ് 4 മണിക്ക് ശേഷം സ്കൂളിൽ നിന്ന് അകലെയുള്ള സ്ഥലത്ത് എത്ര വീടുകളിൽ കയറാൻ പറ്റും എന്നുള്ളതും ഒരു വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത്. ജൂലൈ 1-2 തീയതികളിൽ ആദ്യഘട്ടം ചെയ്യണമെന്ന് പറയുന്നു. ടീച്ചേഴ്സ് എങ്ങനെ പോകും? പോകാതിരിക്കും. നിലവിൽ പോകുന്നെങ്കിൽ CL എടുക്കണം. കാഷ്വൽ ലീവ് എടുത്തേ പോകാൻ കഴിയുള്ളൂ. ചരിത്രത്തിലില്ലാത്ത വിധമുള്ള അവസ്ഥ. കൂട്ടത്തോടെ പോയാൽ വിദ്യാലയം അനാഥമാകും. 1-ാം തരത്തിലുള്ള കുട്ടികളെയൊക്കെ തനിച്ച് വിട്ട് എങ്ങനെ പോകും? സെൻസസ് നടക്കുകയും വേണം. അപ്പോൾ ഈ സെൻസസിന് എനിക്ക് തോന്നുന്നത് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ വെച്ചാൽ പോരെ എന്നൊരു ചോദ്യം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വീഡിയോയിലൂടെ ഇപ്പോൾ ആദ്യമായിട്ട് ചോദിക്കണം. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ 10-30 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? ഇപ്പോൾ തെറ്റ് കാണിച്ചാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യണേ? അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താൽ പോരെ? അധ്യാപകരെ പോലെ തന്നെ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താൽ പോരെ? ജൂലൈ മാസത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മാസത്തിൽ ഒരു ദിവസം എത്ര വീടുകൾ കയറാൻ പറ്റും? മഴയില്ല, പേടിക്കേണ്ട. അധ്യാപകർ പേടിക്കേണ്ട. നിങ്ങൾക്ക് കയറാൻ വേണ്ടി മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും വലിയ വിഷയമാണ്. തോടും വയലും കുന്നും കുഴിയും താണ്ടിയുള്ള വീട്ടിൽ അധ്യാപകനെ കാത്ത് കുഞ്ഞുമക്കളുണ്ട്, പ്രായമായ രക്ഷിതാക്കളുണ്ട്. വലിയ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് ആശങ്കകൾ ഉള്ളത്. 4 പേരുള്ള സ്കൂളിൽ 3 പേരും പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതായത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സെൻസസിന് വേണ്ടി ആളുകളെ നിശ്ചയിക്കുമ്പോൾ ഇങ്ങനൊരു വലിയ പ്രശ്നമുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സെൻസസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സെൻസസ് എടുക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രാജ്യത്ത് കണക്കെടുക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. രാജ്യത്ത് കണക്കെടുക്കണം. അത് കണക്കെടുക്കാതിരിക്കാൻ കഴിയില്ല. കോവിഡ് കാരണം കണക്ക് എടുക്കേണ്ട സമയം കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെൻസസ് എടുത്തേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസസ് എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ അധ്യാപകരെല്ലാം വലിയ ആശങ്കയിലാണ്. അവർക്ക് ഡ്യൂട്ടി ലീവ് കിട്ടിയിട്ടില്ല. CL എടുത്ത് വേണം പോകാൻ. ഇനി ഡ്യൂട്ടി ലീവ് ആക്കി കൊടുക്കുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ പൈസ ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അതുപോലെ ഈ മഴയുടെ പ്രശ്നങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, സ്കൂളുകളിൽ നിന്ന് അധ്യാപകരെ കൂട്ടമായി അയക്കേണ്ടി വരുന്ന സാഹചര്യം, ഇങ്ങനെ വളരെ വലിയ അതായത് പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ പ്രശ്നം. ഇപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ സെമസ്റ്റർ സിസ്റ്റം പോലെയാണ്. കാരണം പ്രോജക്റ്റ് വർക്ക് ഒരുപാട് പഴയതുപോലെ കാണാപ്പാഠം പഠിച്ച് എഴുതുന്ന പരീക്ഷയുടെ കാലം കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായ പരീക്ഷാ രീതികളാണ്. അസൈൻമെൻറ്റുകൾ, പ്രോജക്റ്റ് വർക്ക്, വല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിൽക്കുമ്പോൾ ഈ അധ്യാപകരെ സ്പെയർ ചെയ്യുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. അതിന് പകരമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ PSCയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ, അങ്ങനെയുള്ള ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ. അവരെ വിളിച്ചിട്ട്, ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താൽ അവർ മനോഹരമായിട്ട് ചെയ്തു തരും. എത്രയോ സർവേകൾക്ക് അവരുടെ സേവനം ഉപയോഗിക്കുന്നു. ഇത് മാത്രം അങ്ങനെ ഒരു രാജ്യസുരക്ഷാ സർവേ ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ അധ്യാപകരെ മാത്രം ഇട്ട് പിടിച്ച് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ആളുകളെ ഉപയോഗിച്ച് വളരെ ഭംഗിയായി ഇത് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ ചിന്തിപ്പിന്? അതുപോലെ അംഗനവാടിക്കാരുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, കുടുംബശ്രീക്കാരുണ്ട്, തൊഴിലുറപ്പുകാരുണ്ട്, ഹരിതകർമ്മസേനയുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 10,000-കണക്കിന് സംവിധാനങ്ങൾ കേരളത്തിൽ, 10,000-കണക്കിന് ആളുകൾ വിവിധ സംവിധാനങ്ങളിൽ ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. പഞ്ചായത്തുകളിലൊക്കെ അവരുടെയൊക്കെ സേവനം വേണമെങ്കിൽ ഇതിനകത്ത് പല രൂപത്തിൽ അതിനകത്തൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുമുണ്ട്. അപ്പോൾ നല്ല ഡിഗ്രിയൊക്കെ കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ഒക്കെ ഉണ്ട്. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു വരുമാനവും ആവും, അല്ലെങ്കിൽ അഡീഷണൽ ഇൻകം ആവും എന്നുള്ള നിലയിൽ സെൻസസിന് എന്തുകൊണ്ട് അവരെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. വളരെ കൃത്യമായി അവരെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ അടച്ചിട്ടിട്ടോ അല്ലെങ്കിൽ സ്കൂളിലെ പഠനം മുടക്കിയിട്ട് സെൻസസിന് പോകുന്നത് സുഖകരമായൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് ഓർഡർ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവില്ല. ആദ്യത്തെ സ്പെല്ലിൽ 3 ദിവസം ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനവർ CL എടുത്ത് വേണം പോകാൻ. അപ്പോൾ ലീവുമില്ല, പൈസയുമില്ല, മാനവും പോയി, കാശുമില്ല എന്നുള്ള അവസ്ഥയിലാണ് അധ്യാപക സമൂഹം. വനിതകളാണ് കൂടുതലും. അപ്പോൾ അവർക്കും ഈ മാനസിക സംഘർഷമുണ്ടാകും. അതുപോലെ തന്നെ 10 മണിക്കും 9 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് നടത്തേണ്ടത്. ആ സമയത്ത് വീടുകളിൽ ചെന്നാൽ ആളുകൾ ജോലിക്ക്, മിക്കവാറും വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ജോലിക്ക് പോയിരിക്കും, ബിസിനസ്സുകാരാണെങ്കിൽ അവർ സ്ഥാപനത്തിൽ പോയിരിക്കും, മറ്റ് തൊഴിലുറപ്പ് പോലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ഫീൽഡിലായിരിക്കും. ആ സമയത്ത് ഞായറാഴ്ചയൊക്കെ ആയിരിക്കും പലപ്പോഴും വീട്ടിൽ ആൾ കാണുക. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. അവരെ വെച്ചിട്ട് സെൻസസ് എടുക്കുക എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും അത് നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. നടത്തേണം തീർച്ചയായിട്ടും.
നടക്കണം. പക്ഷേ അതിനകത്തുള്ള ഈ ടാസ്കും ഈ ചലഞ്ചസും ഈ കൺസ്ട്രെയിനും ഈ സ്ട്രെസ്സും അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. അല്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ വട്ടടിച്ച് ചാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെറ്റ്ഷെല്ലായിട്ട് നമുക്ക് പറയാനുള്ളത്.